നമുക്കെല്ലാം അറിയാവുന്ന ഒരു കഥയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. പട്ടേരിപ്പാടെന്ന് പറയുന്നത് വലിയൊരു ഗുരുവായൂരപ്പൻ്റെ ഭക്തനാണ്. ശ്രീകൃഷ്ണൻ്റെ ഗുരുവായൂരപ്പൻ്റെ ഭക്തനാണ്. അപ്പം പട്ടേരിപ്പാട് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് എന്നും പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. ഭഗവാനും കൃഷ്ണനും ഭയങ്കര ഇഷ്ടമാണ് പട്ടേരിപ്പാടിന്. അങ്ങനെ ഇരുന്നപ്പോൾ പട്ടേരിപ്പാടിന് ഒരു വയറുവേദന വന്നു. അപ്പം പട്ടേരിപ്പാട് ഗുരുവായൂരപ്പനോട് പറഞ്ഞു, എൻ്റെ ഗുരുവായൂരപ്പ, എൻ്റെ ഈ വയറുവേദന ഒന്ന് പെട്ടെന്ന് മാറ്റി തരണേ, എനിക്ക് ഇത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു ഗുരുവായൂരമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് കൃഷ്ണൻ കേട്ടില്ല. അപ്പം പട്ടേരിപ്പാടിൻ്റെ ഏത് വിഷമവും കേൾക്കുന്ന കൃഷ്ണൻ ഇത് മാത്രം എന്തുകൊണ്ട് കേട്ടില്ല എന്ന് പട്ടേരിപ്പാടിന് തോന്നി. പട്ടേരിപ്പാട് എന്ത് ചെയ്തു, അമ്പലത്തിൻ്റെ അടുത്ത് ഒരു ഭദ്രകാളി ക്ഷേത്രമുണ്ട്. അവിടെ പോയിട്ട് പട്ടേരിപ്പാട് പറഞ്ഞു. അപ്പം ഭദ്രകാളി അമ്മ ചോദിച്ചു, നീ എന്താ ഇവിടെ വന്നേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അമ്മേ ഇന്നതുപോലെ. അപ്പോൾ പറഞ്ഞ്, എങ്കിൽ നിൻ്റെ വയറുവേദനയൊക്കെ ഞാൻ മാറ്റിത്തരാം. അങ്ങനെ ഭദ്രകാളി അമ്മയുടെ അടുത്ത് നമ്മൾ പ്രാർത്ഥിച്ചാൽ, നമ്മൾ മനം വിഷമിച്ച് പ്രാർത്ഥിച്ചാൽ ഭദ്രകാളി അമ്മ പെട്ടെന്ന് നമുക്ക് വരം തരുകയും നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു തരികയും ചെയ്യുമെന്നാണ് പറയുന്നത്. അങ്ങനെ പട്ടേരിപ്പാടിൻ്റെ വയറുവേദന മാറ്റി. അങ്ങനെ പട്ടേരിപ്പാട് എന്ത് ചെയ്തു, ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പിന്നെ ചെന്നപ്പം ഗുരുവായൂരപ്പൻ ചോദിച്ചു, നീ അമ്മയുടെ അടുത്ത് പോയി, ഭദ്രകാളിയുടെ അമ്മയുടെ അടുത്ത് പോയി, നിൻ്റെ വയറുവേദനയൊക്കെ മാറിയല്ലേ? ഞാൻ അത് മാറ്റാതിരുന്നത്, നീ എൻ്റെ അടുത്ത ഭക്തനാണ്, നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് നീ ഇനി ഒരു ജന്മം ജനിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് നിൻ്റെ പ്രാർത്ഥന ഞാൻ അപ്പം കേൾക്കാതിരുന്നത്. അപ്പം നീ അത് അമ്മയുടെ അടുത്ത് പോയി കാര്യം സാധിച്ചതുകൊണ്ട് നീ ഇനി ഒരു 3 ജന്മം കൂടെ ജനിക്കേണ്ടി വരും. അപ്പം 3 ജന്മം കൂടെ ജനിച്ചിട്ട് അട്ടയായും പാമ്പായും പുഴുവായും ഒക്കെ ജനിക്കേണ്ടി വരും. അപ്പോൾ എല്ലാവരും നിന്നെ ചവിട്ടിയും അടിച്ചും ഒക്കെ കൊല്ലും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നീ വയറുവേദന മാറ്റിത്തരണേന്ന് പ്രാർത്ഥിച്ചപ്പം ഞാനത് കേൾക്കാതിരുന്നത് എന്ന് ഗുരുവായൂരപ്പൻ പറഞ്ഞു. അപ്പം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വിഷമങ്ങളും ദുഃഖങ്ങളും എല്ലാം നമ്മൾ അനുഭവിച്ച് അതിനെയെല്ലാം തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ജനനം ഇല്ല എന്നാണ് നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറയുന്നത്. അതുപോലെ നമ്മൾ മലയാളപ്പുഴ അമ്പലത്തിൽ നമുക്ക് എന്തെങ്കിലും കാര്യം സാധിക്കാൻ, നമുക്ക് വിഷമം, അല്ലെങ്കിൽ നമുക്കൊരു ജോലി, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു രോഗം, ഇതൊക്കെ വന്നാൽ മാറണമെങ്കിൽ നമ്മൾ 7 ദിവസം വ്രതമെടുത്ത് മുടങ്ങാതെ നമ്മൾ മലയാളപ്പുഴ അമ്പലത്തിൽ പോയി നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് അമ്മ നമുക്ക് സാധിച്ചു തരുമെന്നാണ് ഒരു വിശ്വാസം. അത് നിങ്ങളൊക്കെ ചെയ്തു നോക്കൂ, അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കെല്ലാം എൻ്റെ നന്ദി, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ദൈവം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. ഇനി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ നന്ദി.